ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഠനത്തിൻ്റെ പ്രാധാന്യം അത് ഓരോ ആയത്തുകളും നമ്മൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്കത് ബോധ്യപ്പെടും. അതായത് ഈ നമ്മളിപ്പോൾ ഈ ഖുർആൻ പഠിക്കുന്നതും ദീനിയായിട്ട് ജീവിക്കുന്നതും ദീനിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഒരു പരമാവധി സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ പറ്റിയാൽ റബ്ബിനോട് നമ്മൾ പൊറുക്കലിനെ തേടുന്നതും ഒക്കെ നമുക്ക് സ്വർഗം നഷ്ടപ്പെടരുത്, നമ്മൾ നരകത്തിലെത്തിപ്പെടരുത് എന്ന ചിന്തയാണ്. അപ്പം ഈ സൂറത്തുൻ നാസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഭൂരിപക്ഷം ആളുകളെയും ഞാൻ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ ഇബ്ലീസ്, ആ ഇബ്ലീസിൻ്റെ കബീലയിലും ഗോത്രത്തിലും ഇബ്ലീസിൻ്റെ ദുര്യത്തിലും സന്താനങ്ങളിലും ഹിസ്ബ് പാർട്ടിയിലും ജുനൂദ് സൈന്യത്തിലൊക്കെ പെട്ട ഈ ശൈത്താന്മാർ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന പണി മനുഷ്യൻ്റെ സദറിൽ വിശ്വാസം ഉണ്ടാക്കലാണ്. അപ്പോൾ അത് ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ വിഷയത്തിൽ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൂക്ഷ്മത പാലിക്കാൻ പറ്റും. ആ ഒരു മേഖലയിൽ സൂക്ഷ്മത പാലിക്കാൻ പറ്റും. ഏതാണോ കാര്യം ആ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള, വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൻ നാസ്. കാരണം അതിൻ്റെ ഫളായിൽ, അതിൻ്റെ പ്രത്യേകതകളും അത് എത്ര തവണ ആവർത്തിച്ച് റസൂല് ഓതി, ഏതൊക്കെ സന്ദർഭങ്ങളിൽ റസൂൽ ഓതി ഓതാൻ വേണ്ടി കൽപ്പിച്ചു, പഠിപ്പിച്ചു എന്നതൊക്കെ അതിൻ്റെ ഗൗരവം നമ്മളെ അറിയിക്കുന്ന സംഗതിയാണ്. അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഖൽബും സദറും നമ്മൾ പഠന വിധേയമാക്കിയത്. അപ്പോൾ നമ്മൾ പഠിച്ചു സദർ എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു മനുഷ്യൻ്റെ ഹൃദയം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അതിനകത്തുള്ള കുറേ അറകളാണ് ശരിക്കുന്നത് ഖൽബ്. അതുകൊണ്ടാണ് അവിടെ കുറേ നല്ല ഗുണങ്ങളുണ്ടാകും, കുറേ ചീത്ത കാര്യങ്ങളും ഉണ്ടാകും. അത് തിരിച്ചറിയണം നമ്മൾ. അങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ രൂപത്തിൽ നമ്മളെ ഹൃദയത്തെ, നമ്മളെ മനസ്സിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞത് ഖുലൂബുന, കൽബിൻ്റെ ഏത് ഇതാണ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് പറഞ്ഞത്? ആസിമുൻ കൽബാണ് പറഞ്ഞത് അല്ലേ? ഇനി അവിടെ നമുക്ക് നോക്കാനുള്ളത്, ഇനി അടുത്ത ഖുലൂബുന ഗുൽഫ്, അത് പറഞ്ഞിരുന്നോ? അപ്പോൾ ഗുൽഫ് നോക്കുക. ഗുൽഫ് ഖുലൂബുന ഗുൽഫ്, ഗുൽഫ് ഗൈന് ലാമ് ഫ, ഗുൽഫ്. غلف غلف ഗുൽഫ് എന്ന് പറഞ്ഞാൽ അടഞ്ഞു കിടക്കുന്നതെന്നാണ്. അടഞ്ഞു കിടക്കുന്ന ഹൃദയം, കൽബ്. ഗുൽഫ് അടഞ്ഞു കിടക്കുന്നതെന്നാണ്. അടഞ്ഞു കിടക്കുക. അപ്പോ രണ്ട് സ്ഥലത്ത് അള്ളാഹു ഇത് പറയുന്നുണ്ട്. ഒന്ന്
അൽബക്കറയിലെ 88, 2-ൽ 88, പിന്നെ 4-ൽ 155 വലിയൊരു ഖുർആൻ. അൽബക്കറയിൽ 88-ഉം 4-ൽ 155. കണ്ടില്ലേ? കുട്ടികൾ മൊബൈലിലെ ഖുർആൻ എടുക്കട്ടെ, ഏതെങ്കിലും ഒരു ഖുർആനെ മറച്ചു വെക്കണം. അൽബക്കറിയിൽ നമ്മൾ എത്രയാ പറഞ്ഞ? 88 ഏതാ ആയത്തേതാ? അപ്പൊ അത് പറയുന്നതിന്റെ മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, ശ്രദ്ധിക്കാം. ഹൃദയം അടഞ്ഞു കിടക്കുക അല്ലേ? അപ്പോൾ നമ്മൾ അടഞ്ഞു കിടക്കുന്ന ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഹൃദയം തുറക്കലിനെ പറ്റി പറയണം അല്ലേ? ഹൃദയം തുറക്കണം, ഹൃദയം അടഞ്ഞു കിടക്കരുത്. അപ്പൊ ഹൃദയം തുറക്കുക എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പലതവണ കേട്ടതാണ് അല്ലേ? ഏതാ വിഷയം? അഫല യതദബ്ബറൂനൽ ഖുർആന, നിങ്ങൾ ഖുർആനിനെ നിങ്ങൾ തദബ്ബുർ ചെയ്യുന്നില്ലേ? അഫല യതദബ്ബറൂനൽ, ഖുർആനിനെ നിങ്ങൾ ചിന്തിച്ച് അതിനെക്കുറിച്ച് പഠനവിധേയമാക്കി നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? അതല്ല, ഖുലൂബുൻ അഖ്ഫാല, നിങ്ങളെ ഹൃദയങ്ങൾ പൂട്ടിയിരിക്കുകയാണോ? മനസ്സിലായില്ലേ? അപ്പം ഹൃദയം പൂട്ടുക എന്ന് പറഞ്ഞാൽ, ഹൃദയം അടക്കുക എന്ന് പറഞ്ഞാൽ, അടഞ്ഞു കിടക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ ഖുർആനില്ലാത്ത ഹൃദയം. ഖുർആനില്ലാത്ത ഹൃദയം. ഖുർആനില്ലാത്ത ഹൃദയത്തിൽ ശൈത്താൻ വസ്വാസം ഉണ്ടാക്കും. മനസ്സിലായില്ല? ഖുർആനില്ലാത്ത ഹൃദയത്തിൽ അള്ളാഹു പരീക്ഷണം ആയിട്ട് വെച്ചിട്ടുണ്ട്. ആരെ? ശൈത്താനെ. അവിടെ ശൈത്താൻ കടന്ന് കളിക്കും. ഇനി ഹൃദയം അടഞ്ഞു കിടക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എത്ര മുമ്പ് നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തദബ്ബുറാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഖുർആൻ തദബ്ബുർ ചെയ്യാതിരുന്നാൽ ഹൃദയം തുറക്കൂല, ഹൃദയം അടഞ്ഞു കിടക്കും. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു ഉദാഹരണം പറഞ്ഞു. എല്ലാ സമയത്തും കേൾക്കുന്ന ഖുതുബകളിലും പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ഒരു ഹദീസാണ്. എന്താ റസൂൽ പറഞ്ഞത്? ഖുർആനില്ലാത്ത മനസ്സിന്റെ ഉടമ, അയാൾക്കൊരു ഉദാഹരണം പറഞ്ഞു. എന്താ ഉദാഹരണം? കബൈത്തിൻ ഹരിബ. കബൈത്തിൻ ഹരിബ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്ന ആൾതാമസമില്ലാത്ത വീട്. ഒരു പൊളിഞ്ഞു കിടക്കുന്ന ആൾതാമസമില്ലാത്ത ഒരു തകർന്ന ഒരു വീട്, ഒരു തറവാട് വീട്. അതിൽ ആൾക്കാരും താമസമില്ല, അതിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ ബൈത്തുൻ ഹരിബയാണ് ഖുർആനില്ലാത്ത മനുഷ്യന്റെ ഉദാഹരണം. അപ്പം അങ്ങനെയുള്ളൊരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? നിറയെ മാറാല കെട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ വീടിന്റെ റൂമുകൾക്കകത്തൊക്കെ മാറാലുണ്ടാകും, പാമ്പുകൾ ഉണ്ടാകാം, തേളുകൾ ഉണ്ടാകാം, വിഷജന്തുക്കൾ ഉണ്ടാകാം അല്ലേ? അതിൻ്റെ ഉള്ളിൽ വേണമെന്തിരി കള്ളന്മാരും കൊള്ളക്കാരും പിന്നെ മദ്യപന്മാരും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്താക്കിയിട്ടുണ്ടാവും, ചിലപ്പം അവിടെ വിഹരിക്കുന്നുണ്ടാകും. അവരൊക്കെ ചിലപ്പം ആ വീട് ഉപയോഗിക്കുന്നുണ്ടാകും. എന്താ മനസ്സിലായത്?
അപ്പോൾ ഈ ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുന്ന ഹൃദയം അത് ഗുൽഫാണ്. എന്താണ് ഗുൽഫ്? ഗുൽഫറിന് അടഞ്ഞു കിടക്കുക. ബൈത്തിൻ ഹരിബ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാ തിന്മകളും കയറി വരും. അപ്പൊ ഈ തിന്മകൾ ആരാക്കി കൊണ്ടുവരാൻ? ശൈത്താനാണ് കൊണ്ടുവരാൻ. അപ്പൊ നമ്മൾ സൂറത്തുൻ നാസ് ഓതിയിട്ട് കാര്യമില്ല. സൂറത്തുൻ നാസ് പ്രയോഗത്തിൽ കൊണ്ടുവരണം. ഹൃദയം ഒരിക്കലും അടഞ്ഞു പോകരുത്, എപ്പോഴും തുറന്നു വെക്കണം. അപ്പൊ ഹൃദയം തുറക്കുന്നത് ഖുർആനിന്റെ മുന്നിൽ. നബിനോട് പറഞ്ഞു, നബിയെ, ഈ ഖുർആൻ ഞാൻ ഇറക്കിയത് അലാ ഖൽബിക. എവിടെ ഖുർആൻ ഇറക്കിയത്? എവിടുക്കെന്ന് പറഞ്ഞേ? ഇറങ്ങിയത് ഹിറാ ഗുഹയിലാണ്. ഇറങ്ങിയ സ്ഥലം ഇവിടെ മക്കയിലെ ഹിറാ ഗുഹയിലാണ്. നമ്മളൊക്കെ പോയി കണ്ട സ്ഥലമാണ്. പോയ ആൾക്കാർക്കൊക്കെ പോയാലൊക്കെ കണ്ടതാണ്. നിങ്ങൾ ഫോട്ടോ എങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ അള്ള പറഞ്ഞത് ഖുർആൻ എവിടെ ഇറക്കിയതാണ്? ഹൃദയത്തിൽ ഇറക്കിയെന്നാ പറഞ്ഞത്. ഈ ഖുർആൻ ഇതൊക്കെ ഇതിന്റെ തദബ്ബുറായിട്ട് പറഞ്ഞു. ഞാൻ ആയത്ത് നമ്പറുകൾ പറയാതെ ചുരുക്കി പറയാം. ഖുർആൻ എവിടെയാണ് ഖുർആൻ സ്വാധീനം ചെലുത്തേണ്ടത്? ഹൃദയത്തിലാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. എങ്ങനെ? അള്ളാഹു, സൂറത്ത് സുമറാണ്, അള്ളാഹു നസ്സൽ അഹ്സനൽ ഹദീസ്, അള്ളാഹ് ഇറക്കി ഏറ്റവും നല്ല വർത്തമാനം. ഏതാ? ഖുർആൻ. ആ ഖുർആൻ എവിടെയാണ് സ്വാധീനം ചെലുത്തുക? ഹൃദയത്തിലാണ്. അപ്പോൾ അള്ളാഹ് പറയാണ് തഖ്ശഇറു മിൻഹു, അവരുടെ ഈ തൊലിയിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. തഖ്ശഇറു മിൻഹു, ജുലൂദ് തൊലികളാണ്. അല്ലതിന് യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ എഴുന്നേറ്റ് നിൽക്കും. ഏത്? ഈ ഖുർആൻ കാരണം. അപ്പൊ തൊലികൾ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ വെറുതെ തൊലി എഴുന്നേൽക്കുമോ? തൊലിയിലെ രോമങ്ങൾ എഴുന്നേൽക്കുമോ? ഇല്ല. രോമങ്ങൾ എഴുന്നേൽക്കണമെങ്കിൽ അത് എവിടെ സ്വാധീനം ചെലുത്തണം? ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തണം. അപ്പോ കട്ടിയുള്ള ഹൃദയങ്ങളൊക്കെ ലോലമാകും. തൊലിക്കട്ടി നമ്മൾ പറയും. തൊലിക്കട്ടി കുറെ. തലീന് ജുലൂദുഹും, ജുലൂദ് തൊലിയാണ്. തൊലികൾ മയപ്പെടും. വഖുലൂബുഹും. ഒരാളെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ അയാളെ തൊലിക്ക് കട്ടിണ്ടായിട്ടാണോ? ഒരാൾക്ക് പോത്തിന്റെ തോല് ആയതുകൊണ്ടാണോ? ഭയങ്കര തൊലിക്കട്ടുള്ള മനുഷ്യനാണെന്ന് എപ്പോഴാണ് പറയാ? ഹൃദയം കടുക്കുമ്പോഴാണ് പറയാ. തൊലിയെ പറ്റിയ തൊലി എല്ലാവരും എന്താണ്? ഒരേ തൊലിയാണ്. പോത്തിന്റെ തൊലി ആർക്കും അന്ന് കൊടുത്തിട്ടൊന്നുമില്ല, എല്ലാവരും. പക്ഷെ അള്ളാഹ് പറയാണ് തൊലികൾ മയപ്പെടും. അപ്പൊ തൊലിക്കട്ടി നമ്മൾ പറയല് സാധാരണ ഹൃദയം കട്ടിയുള്ളവരെ പറ്റിയാണ്. അതാണ് അള്ളാഹ് സുമ്മ തലീന ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് തൊലികളും ഹൃദയങ്ങളും മയപ്പെടും. അപ്പൊ ഖുർആൻ എവിടേക്ക് ഇറങ്ങി? അപ്പൊ പറഞ്ഞത് എന്താണ്? ഹൃദയം തുറക്കണ സംഗതി ഏതാണ്? ഇവിടെ വിഷയം ഏതാണ്? കൽബ്. നമ്മൾ പഠിക്കുന്ന ഉൽഫായ കൽബാണ്. ഉൽഫായ കൽബ് എന്ന് പറഞ്ഞാൽ അടഞ്ഞ കൽബാണ്. അപ്പൊ അടഞ്ഞ കൽബ് ഏതാന്ന് അറിയണമെങ്കിൽ ആദ്യം എന്ത് വേണം? തുറന്നത് എന്താന്ന് മനസ്സിലാക്കണം. അതാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ. നിങ്ങൾ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നില്ലേ? അതല്ല, ഹൃദയത്തെ നിങ്ങൾ പൂട്ടിയിരിക്കുകയാണോ, അടച്ചു വെച്ചിരിക്കുകയാണോ എന്നാണ്. ശരി. ഇനി ഈ ഉൽഫുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു. ഈ രണ്ട് സ്ഥലം ആരെ പറ്റിയാ നിങ്ങള്? നൽകപ്പെട്ട വേദഗ്രന്ഥം അടച്ചു വെച്ചവരെ പറ്റിയാ. എങ്ങനെ? നൽകപ്പെട്ട വേദഗ്രന്ഥം അടച്ചു വെച്ചവരെ പറ്റിയാണ്. അവർക്ക് കൊടുത്ത വേദഗ്രന്ഥം അടച്ചു വെച്ചു, തുറന്നു നോക്കിയില്ല, അത് പഠിച്ചില്ല. അവരെ പറ്റി അള്ളാഹ് എന്ത് പറഞ്ഞു? ഹൃദയം. ഖുർആൻ അടച്ചു വെച്ചവരെ പറ്റി, തൗറാത്തും ഇഞ്ചിലും അടച്ചു വെച്ചവരെ പറ്റി, തുറക്കാതിരുന്നവരെ പറ്റി, അതിലേക്ക് നോക്കാതിരുന്നവരെ പറ്റി അള്ളാഹ് പറയാണ് അവരെ ഹൃദയങ്ങൾ അടച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് ഉളുപ്പില്ലാത്തത് കൊണ്ട് തൊലിക്കട്ടിയുണ്ട് ഓലെന്നെ പറഞ്ഞത് ഞങ്ങൾ ഹൃദയം അടച്ചു വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറഞ്ഞു നോക്കി. നിങ്ങൾ അപാരമായ തൊലിക്കട്ടിയോടെ പറഞ്ഞ് വേദഗ്രന്ഥം അവഗണിച്ച ആൾക്കാരെ കുറിച്ചിട്ട് അള്ളാഹ് പറഞ്ഞു. അപ്പം ഹൃദയം തുറക്കണം, ഹൃദയം അടച്ചു വെക്കരുത്. ഇനി ഖുർആനില്ലാത്ത
മനസ്സ്, ഹൃദയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ശൈത്താനിയത്തും ഉണ്ടാവും പറഞ്ഞല്ലോ. അപ്പൊ ഖുർആൻ ഒരു ഹൃദയത്തിലേക്ക് ചെന്നാൽ ശൈത്താൻ പോകും. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഒരാൾക്ക് അയാളെ ശൈത്താൻ സ്വാധീനിക്കുന്നുണ്ട്, ശൈത്താന്റെ ചേഷ്ടകളാണ് അയാൾക്കുള്ളത്. അപ്പൊ ഇന്നലെ ഒരു ഉമ്മ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ ആ ഉമ്മന്റെ 14 വയസ്സുള്ള മോൻ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം എന്നോട് പറഞ്ഞതെന്താ വെച്ചാൽ ഒരു കൗൺസിലിംഗ് നടത്താൻ നിങ്ങൾ ഒരു സമയം തരണം, ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങളൊരു വോയിസ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരിട്ട വോയിസ് എന്താണെന്ന് വെച്ചാൽ അവർ പറയാണ്, ഇന്നലെ നേരെ വൈകി വന്നു. നേരെ വൈകി വന്നപ്പോൾ ചങ്ങാതിമാരെ കൂടെ സ്കൂൾ വിട്ടിട്ട് ഇങ്ങോട്ട് വീട്ടിൽ എത്താതെ അവരെ കൂടെ കറങ്ങി നടന്നിട്ട് വന്നു. അപ്പം എൻ്റെ അടുത്ത് അടിയൊക്കെ കിട്ടി. അപ്പോൾ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, ചൂടാവുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ആകെ അങ്ങോട്ട് വയലൻ്റ് ആവുക, പെട്ടെന്ന് ദേഷ്യം പിടിച്ച് സംസാരിക്കുക, പിന്നെ ഒരാളെയും റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, ഒരാളൊരു ആദരവോ ബഹുമാനം ഇല്ലാതിരിക്കുക, അവനെന്താണോ വിചാരിച്ചത് മാത്രം അവന് നടത്തണം, അതിൽ നമ്മളൊന്നും ഇടപെടാൻ പറയാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞു. അപ്പം എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യാനൊന്നുമില്ല, റുഖിയ ചെയ്യണം. കാരണം ശൈത്താനാണ്. ഈ ദേഷ്യം ആരിൽ നിന്നാണ്? ഈ അനുസരണക്കേട് ആരാ? ഈ അവന്റെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് എന്താ, ആരുണ്ടാക്കുന്നതാണ്? അതിനുള്ള പരിഹാരം ഖുർആൻ തന്നെയാണ്. ഷിഫാഉൻ ലിമാ ഫി സുദൂർ. സുബ്ഹാനല്ലാഹ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സുകൾക്കുള്ള വസ്വാസ് ഉണ്ടാക്കും ശൈത്താൻ. അതിന് പരിഹാരം ഷിഫാഉൻ ലിമാ ഫി സുദൂർ. ഷിഫാഉൻ ലിമാ ഫി സുദൂർ. അതാണ് സദറിലുള്ള ഈ ശൈത്താനീയത്തിനുള്ള ഷിഫയാണ് എന്ത്? ഖുർആൻ. ഖുർആൻ കൊണ്ടേ ഷിഫ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞ്, ഒന്ന് എടുത്തിരുത്തിക്കോളി, ഒന്ന് എടുത്തിരുത്തിങ്ങാണ്ട് നിങ്ങൾ ഉമ്മല്ലേ, ഉമ്മാന്റെ പ്രാർത്ഥന പഠിച്ചാൽ വേഗം കേൾക്കും, അതിന് മറ ഉണ്ടാവില്ല. അപ്പൊ മകനെ എടുത്തിരുത്തിയിട്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, ചൂടാകുക, പറഞ്ഞനുസരിക്കാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ചേർത്ത് ഇരുത്തിയിട്ട് നിങ്ങൾ ആയത്തുൽ കുർസി ഓതി, ഫാത്തിഹ ഓതി, കുൽഹുവല്ലാഹ് 3 വട്ടം ഓതിക്കോളി, ഉജാൽ കാഫിറൂൻ 1 വട്ടം ഓതിക്കോളി, കുല്ലദ് ബിറബ്ബിന്നാസും ഫലക്ക് ഓതി, എന്നിട്ട് അവനെ ഒന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ അവനോട് ഓതാൻ വേണ്ടി പറയും. നിങ്ങളൊരു റുഖിയ നിങ്ങൾ ചെയ്യേ. ഉസ്താദന്മാർക്ക്, തങ്ങന്മാർക്ക്, മൂല്യന്മാർക്ക് എടുത്തു പൈസ കൊടുത്തുങ്ങാണ്ട് ബിസിനസ് ആക്കാൻ എടുത്തൊന്നും പോണ്ട. കച്ചവടം, ഇതൊക്കെ കച്ചവടമുണ്ട് പല സ്ഥലത്ത്, അടുക്കൊന്നും പോണ്ട. നിങ്ങൾ ഉമ്മ ചെയ്താൽ മതി. ഉമ്മയോളം വലിയൊരു റാഖി വേറല്ല. ഏറ്റവും വലിയ റാഖി ആരാ? ഏറ്റവും വലിയ റുഖിയ ചെയ്യുന്ന, മന്ത്രിക്കുന്ന ആള് സ്വന്തം ഉമ്മാർ തന്നെയാണ്. ഉമ്മാര് മക്കൾക്ക് വേണ്ടി ചെയ്താളിന്ന് പറഞ്ഞു. മാറ്റം വരും, സ്വഭാവത്തിൽ മാറ്റം വരും. അതോടൊപ്പം അവര് ഖുർആൻ ഓതട്ടെ. നമ്മൾ ഓതി കൊടുക്കാൻ മാത്രമല്ല, അവരും ഓതട്ടെ, അവരും ഖുർആൻ വായിക്കട്ടെ, ഖുർആൻ പഠിക്കട്ടെ. അപ്പൊ എന്താവും? മാറ്റം വരും. ഷിഫാഉൽ ലിമാ ഫി. അള്ളാഹ് പറഞ്ഞതല്ലേ ഇതൊക്കെ. യാ അയ്യുഹന്നാസ് ആരാ വിളിച്ചത്? അള്ളാഹല്ലേ വിളിച്ചത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. റബ്ബിന്നാസ് ആരാ? അള്ളാഹിനോടെ കാവലിനെ ചോദിക്കണത്, ജനങ്ങളെ റബ്ബിനോടെ കാവലിനെ ചോദിക്കണത്. അപ്പൊ ഹൃദയം അടച്ചു വച്ചാൽ, ആ അടച്ചു വെക്കുന്ന ഹൃദയം വേദഗ്രന്ഥം തുറക്കാത്തതാണ് പഠിക്കുക. അപ്പൊ ഇത് തുറന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ എല്ലാ ശൈത്താനും പോകും, എല്ലാ ശൈത്താനീയത്തും മാറി നിൽക്കും. ഇതിൽ നിന്ന് അകന്നാൽ ശൈത്താൻ ഇങ്ങനെ കടന്നു വരും. അപ്പൊ വേദഗ്രന്ഥം അടച്ചു വെച്ച ആൾക്കാരാണ് ജൂതന്മാർ. അവര് പറഞ്ഞു വഖാലു. ഇതാ കണ്ടില്ലേ? അത് നിങ്ങൾക്ക് 87 നോക്കിയാൽ കാണാം. എന്താണ്? വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിറുസുൽ വആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാതി വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ് ഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും ഫഫരീഖൻ കദബതും വഫരീഖൻ തഖ്തുലൂൻ. ഈസാ നബിയുടെ കാര്യം പറയാണ്. അവരും ചെയ്തത് എന്താ? പുതിയ ഗ്രന്ഥം പഠിച്ചില്ല. അതുകൊണ്ടാണ് പുരോഹിതന്മാരെന്താക്കിയത്? അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൂട്ടിച്ചേർത്തതും ഈ ഹലാലും ഹറാമൊക്കെ മാറ്റിയതൊക്കെ അതുകൊണ്ടാണ്. വഖാലു. അവര് പറഞ്ഞു. കണ്ടാ? വഖാലു. അവര് പറഞ്ഞു ഖുലൂബുനാ ഗുൽഫുൻ. ഞങ്ങളെ ഹൃദയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്, അടഞ്ഞ ഹൃദയമാണ്. ബൽ. അല്ലാഹ് പറയാം, നാം മനസ്സിലാക്കിക്കോളേ. ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം. അവരുടെ നിഷേധം കാരണം അള്ളാഹ് അവരെ ശപിച്ചിരിക്കുകയാണ്. അതൊരു ശാപാണ്. അള്ളാഹിന്റെ ശാപം കിട്ടിയതാണ് ഹൃദയം തുറക്കാത്തത്.
അല്ലെങ്കിൽ ഈ ഇസ്രായേലിലുള്ള ഈ ജൂതന്മാര് ആ ഫലസ്തീനിലെ പിഞ്ചു മക്കളെ നിങ്ങൾ കണ്ടില്ലേ എത്ര ക്രൂരമായിട്ട് അവർ കൊലപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് അവരെ ഹൃദയം അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ വിചാരിക്കില്ല എങ്ങനെ ഒരു മനുഷ്യന് ഇത് ചെയ്യാൻ പറ്റുക. ഏകദേശം 75,000-ഓളം ആൾക്കാർ ഇപ്പൊ ഈ സീസണിൽ മാത്രം പിന്നെ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു. അതിൽ 2 ഭാഗം ചെറിയ മക്കളെ, കുട്ടികളും സ്ത്രീകളുമാണ്. ഏകദേശം ഒരു 8-9 കൊല്ലം മുമ്പാണ് ഞാൻ ലാസ്റ്റ് അവിടെ പോയത്, ഫലസ്തീനിൽ പോയത്. ആ പോയ സമയത്ത് കണ്ട കാഴ്ച എന്താ അറിയോ? നമ്മളൊരു ബസ് അവിടെ ഫലസ്തീനിൽ ചെന്ന് നിർത്തിയാൽ, ഫലസ്തീനിൽ കാണാൻ വേണ്ടിയിട്ട് ഫലസ്തീനിൽ ചെന്നാൽ ഒരു ഭയങ്കര ചുറ്റും വലിയ മതിലുള്ള ഒരു തുറന്ന മതിലാണ് ഫലസ്തീൻ. അതിന്റെ 4 ഭാഗത്തും ജൂതപ്പട്ടളം കാവലാണ്. അവിടെയുള്ള ഫലസ്തീനക്ക് പുറത്തൊന്നും പോകാൻ പറ്റൂല. അവർക്ക് പാസ്പോർട്ടും കാര്യമൊന്നുമില്ല. അവിടേക്ക് പുറത്തേക്ക് പോകാൻ അവർ കയ്യിൽ അടച്ചിട്ടിരിക്കുക. എന്നിട്ട് ബസ് നിർത്തി നമ്മൾ അവിടേക്ക് ചെന്നാൽ ബസ്സിന്റെ അടുത്തേക്ക് കുറേ കുട്ടികൾ ഓടി വരും. ബസ് പാർക്ക് ചെയ്യാൻ കൊടുത്ത് ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 8 കുട്ടികളും വികലാംഗരായിരിക്കും. കൈ മുറിഞ്ഞോല്, കാല് മുറിഞ്ഞോല്, മുഖം പൊള്ളിയോല്, ശരീരം ഒന്നായിട്ട് പൊള്ളിയ ആൾക്കാർ, കണ്ട പേടി തോന്നുന്ന രൂപം, കണ്ണില്ലാത്ത കുട്ടികൾ. ഇതൊക്കെ എങ്ങനെയാണ്? ഈ ജൂതന്മാര് ബോംബിട്ടിട്ട് ഈ പലസ്തീനിലെ കുട്ടികൾ അവർക്ക് ഓരോ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള പരിക്കാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെയാണ്? കാരണം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോയിട്ട് ബോംബിടുക, കുട്ടികളുടെ മാത്രം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ബോംബിടുക. എങ്ങനെ പറ്റും? കുട്ടികൾക്ക് മാത്രമുള്ള ആശുപത്രിയിൽ. ഇതൊക്കെയാണ് അവർ ചെയ്തത്. സ്കൂൾക്ക് ഷിഫ്റ്റിന്റെ സമയം, കുട്ടികൾ പുറത്തേക്ക് വരിക, മറ്റേ കുട്ടികൾ അടുത്ത ഷിഫ്റ്റിന് കുട്ടികൾ പോവുക. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വിട്ട് പോവുക. അടുത്ത കുട്ടികൾ വരുന്ന ആ സമയം, കുട്ടികൾ സംഗമിക്കുന്ന സമയത്ത് കൊണ്ടിട്ട് ബോംബിടുക. കണ്ടോളി. കാരണം വേറെ ഒന്നും തെരഞ്ഞു പോകണ്ട. ലഅനഹുമുല്ലാഹ്. എന്താ അവർ പറഞ്ഞതറിയോ? എന്താ അവർ പറഞ്ഞത്? കുലൂബുന. ഇത് ഓര് പറഞ്ഞതാ. ജൂതന്മാർ ഞങ്ങളെ ഹൃദയം അടഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞു. അള്ളാന്റെ ശാപമാണത്. ഖലീലമ്മായി ഉമിനുന്നു. വളരെ കുറച്ചു പേര് മാത്രമേ അവരെ കൂട്ടത്തിൽ ഈമാൻ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതെന്തുകൊണ്ട് അവർക്ക് പറ്റിയത്? അവർക്ക് കൊടുത്ത വേദഗ്രന്ഥം പഠിക്കുക, മനസ്സിലാക്കിയേ ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു ചെയ്തില്ല. എന്നിട്ട് അള്ളാഹ് പറയണം ബാക്കി, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ്. ഇനി ഈ ജൂതന്മാർ മദീനയിലുണ്ട്. ഈ മദീനയിലുള്ള ജൂതന്മാർക്ക് ഒരു ഗ്രന്ഥം വന്നു. ആ ഗ്രന്ഥം ഏതാ? ഖുർആൻ. ആ ഗ്രന്ഥം മുസദ്ദിഖുൽ ലിമാ മഅഹും, ഈ ജൂതന്മാരെ കയ്യിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. എന്നിട്ട് പോലും അവരെന്താക്കിയില്ല. പക്ഷെ വക്കാനവും ഈ കബരി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. മുമ്പ് ഇത് വരുന്നതിന് മുമ്പ് ഓര് പറഞ്ഞിരുന്നത് ഇത് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങൾ അതുകൊണ്ട് വിജയം പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഫലമ്മാ ജാഅഹും മാ അറഫു. എന്നാൽ അവരെ മനസ്സിലാക്കിയ കാര്യം അവർക്ക് വന്നപ്പോൾ കഫറൂ ബിഹി, അവർ നിഷേധിച്ചു. ജൂതന്മാർ ഖുർആൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. അപ്പോൾ ഈ നിഷേധികൾക്ക് അള്ളാഹുവിന്റെ ശാപം. ഇനി ഇങ്ങോട്ട് വരി. ഈ ഇപ്പൊ പറഞ്ഞ മുസദ്ദിഖുൽ ലിമാ മഅഹു എന്ന ഗ്രന്ഥം ഏതാ? ഖുർആൻ അല്ലേ? ഈ ഖുർആൻ അവരെ കയ്യിലുള്ള തൗറാത്തിനെ സത്യപ്പെടുന്ന ഗ്രന്ഥമായിട്ട് പോലും അവർ അംഗീകരിച്ചില്ല. ഓക്കെ, നമ്മളോ? അപ്പൊ ഈ ലഅനത്ത് ആരിലേക്ക് വരും? ശാപം നമ്മളിലേക്ക് വരും. സംശയമൊന്നും വേണ്ട. ശരി, ഇനി അടുത്തത് പറഞ്ഞത് സൂറത്ത് 4 അല്ലെ? നിസാ. മറച്ചോളി, അതുകൂടി നോക്കിയിട്ട് അവസാനിപ്പിക്കാം. 4 155. വായിച്ചോളൂ 155. അപ്പൊ അതിന്റെ മുമ്പ് പിന്നെ അതിന്റെ മുമ്പത്തെ ആയത്ത് മുതൽ നോക്കണം. 153 മുതൽ വായിച്ചോളൂ. 153 മുതൽ 155 വരെ. سألوا
في السبت وقلنا لهم لا تعدوا في السبت وأخذنا منهم ميثاقا غليظا فبما نقضهم ميثاقهم وكفرهم بآيات الله وقتلهم الأنبياء بغير حق وقولهم قلوبنا غلف بل طبع الله عليها بكفرهم فلا يؤمنون إلا قليلا. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അള്ളാഹു ഒന്നും കൂടി ചേർത്ത് പറയണം. എന്തൊക്കെയാണ്? ഒന്ന് ശ്രദ്ധിക്കേ, യസ് അലുക്ക, നിന്നോട് അവർ ചോദിക്കുകയാണ്, ആവശ്യപ്പെടുന്നത് അഹ്ലുൽ കിതാബി. അവിടെയുള്ള അഹ്ലുൽ കിതാബ് ആരാ? നബിനോട് ചോദിക്കുന്ന അഹ്ലുൽ കിതാബ് ആരാണ്? ജൂതന്മാരാണ്. എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? അൻ തുനസില അലൈഹിം കിതാബ് മിനസ്സമായി, ആകാശത്തുനിന്ന് അവർക്കൊരു കിതാബ് എടുത്തു കൊടുക്കണം, മാജിക് കാണിക്കണം, ആകാശത്തുനിന്ന് ഒരു ഗ്രന്ഥം അവർക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ അവരത് കാണണം. അപ്പോൾ ഇവർക്ക് തൗറാത്ത് കിട്ടി. ഇപ്പം നബിക്ക് വഹി ഇറങ്ങുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുറേശ്ശെ വഹി ഇറങ്ങി നബി പഠിപ്പിക്കുക. അതിന് പകരം എന്ത് ചെയ്യണം? ഓർക്ക് ഇതിലൊന്നും നേരമില്ല. ഇത് പഠിക്കാനും കുറേശ്ശെ പഠിക്കാനും അത് കേട്ടിരിക്കാനും വഹി വരുന്നത് പ്രതീക്ഷിച്ചിരിക്കാനും അതിനൊന്നും നേരമില്ല. ഓർക്ക് എന്ത് വേണം? കിട്ടിയത് വാങ്ങിയിട്ട് ഓർക്ക് പോകണം. ഞങ്ങൾ അത് അവർക്ക് ആവശ്യം. അപ്പോൾ അവരുടെ ആവശ്യം എന്താണ്? ആകാശത്തു നിന്നൊരു ഗ്രന്ഥം ഇറക്കിത്തരണം എന്നവരാവശ്യപ്പെട്ടു. അള്ളാഹ് പറയാം, അതിൻ്റെ മറുപടി എന്താ അറിയാം? ഇപ്പം ജൂതന്മാര് മദീനത്തുള്ള ജൂതന്മാരാണ്. ഈ ജൂതന്മാരാരാന്നറിയോ? വായിക്ക്, ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക. ഇവർ നബിനോട് പറയാം, അല്ലാ ഇവർ മൂസാ നബിനോട് ഇതിനേക്കാളും വലുത് ചോദിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ എന്താ ഇവിടുന്ന് നബിനോട് എന്താ, മദീനയിലെ ജൂതന്മാർ നബിനോട് എന്താ ചോദിക്കണത്? ആകാശത്തിന് ഒരു ഗ്രന്ഥം ഇറക്കിക്കൊണ്ടാന്ന്. അപ്പോൾ അള്ളാഹ് കൊടുക്കുന്ന മറുപടി, ഇവർ പണ്ട് മൂസാ നബിനോട്, അവരെ നബിയാണല്ലോ, പ്രവാചകനാണല്ലോ, മൂസാ നബിനോട് ഇതിനേക്കാൾ വലിയത് ചോദിച്ചിട്ടുണ്ട്. ഖുർആൻ്റെ ആ ശൈലി നോക്കി നിങ്ങൾ, പ്രയോഗം. എന്നിട്ട് അള്ളാഹ് പറയും, എന്താ അവർ പറഞ്ഞത്? കാലു, അവർ പറഞ്ഞു, അരിനല്ലാഹ ജഹ്റത്തൻ, അള്ളാഹനെ ഡയറക്റ്റ് കാണണം. ഞങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കണം. എന്ത് വേണം? അള്ളാഹ് ഞങ്ങളെ മുന്നിൽ ഇങ്ങോട്ട് വരണം, അള്ളാഹനെ നേരിട്ട് കാണണം എന്ന് ആവശ്യപ്പെട്ട ആൾക്കാരെ പേര്. അതിപ്പോൾ ഇതിനേക്കാൾ വലുതല്ലേ? ആകാശത്തു നിന്നൊരു ഗ്രന്ഥം കിട്ടുന്നേക്കാൾ വലുതാണ് എന്ത്? അള്ളാഹനെ നേരിട്ട് കാണണം എന്നുള്ളത്. അപ്പം എന്താ ഉണ്ടായതറിയാം? ആ ചോദ്യം അവർ ചോദിച്ചപ്പം ഗുൽമിഹിം, അവരുടെ ആ ഗുൽമ കാരണം അവരെ ഇടുത്തി പിടികൂടി. സുമ്മത്തഹദു അൽ ഇജ്ല, പിന്നെ അവരുണ്ടാക്കിയ ഗുൽമ എന്താ അറിയോ? പശുക്കുട്ടിനെ സ്വീകരിച്ചു, പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. മീംബായതി മാ ജാഅത്തുഹുൽ ബയ്യിനാത്ത്, അതൊക്കെ എപ്പോഴാണ്? വ്യക്തമായ തെളിവുകളൊക്കെ കിട്ടിയിട്ട്, ബയ്യിനാത്തുകൾ അവർക്ക് വന്നിട്ടാണ്. കാരണം എത്ര ബയ്യിനാത്ത് കിട്ടിയെന്നറിയോ അവർക്ക്? മൂസാ നബിൻ്റെ കൗമിന് എത്ര ബയ്യിനാത്ത് കിട്ടിയെന്ന്? 9 ആയാത്ത്, 9 ആയാത്തിൻ ബയ്യിനാത്ത്, 9 ആയത്തുകൾ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തുണ്ട്. അത് നിങ്ങൾക്ക് തദ്ബുർ ചെയ്യാൻ വേണ്ടി വിട്ടുതരികയാണ്. മൂസാ നബിക്ക് അല്ലാഹ് കൊടുത്ത 9 ആയാത്തുകൾ ഖുർആൻ എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ നോക്കി. ഖുർആൻ 2-3 സ്ഥലത്ത് അല്ലാഹ് ആവർത്തിക്കുന്നുണ്ട് 9 ആയാത്ത്. അതൊക്കെ വ്യക്തമാണ്. ഒരാൾക്ക് ഇപ്പം ഈ ആകാശത്തുനിന്ന് അങ്ങോട്ട് കിതാബ് ഇറങ്ങാത്തോണ്ടാണ് പോലും വിശ്വസിക്കാത്തത്. എന്നാൽ ഇതിനേക്കാളും വലിയ ദൃഷ്ടാന്തങ്ങൾ ആര് കണ്ടിട്ടുണ്ട്? ഇവർ മൂസാ നബിയുടെ കൂടെയുള്ള കൗമ കണ്ടവരാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് പിന്നെന്താക്കിയത്? പശുക്കുട്ടിനെ ആരാധിച്ചത്. ഫിർഔനിനെ ആരാധിച്ചിരുന്ന ഫിർഔന്റെ കൊട്ടാരത്തിൽ മൂസാ നബി നടത്തിയ അള്ളാഹുവിൻ്റെ മുജിസത്തൊക്കെ കണ്ടവരാണ്. വടി പാമ്പാണ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ആൾക്കാരാണ്. അതൊക്കെ കണ്ടിട്ട് വിശ്വസിച്ച് ചെങ്കടലിൽ പിളർന്നതും അതിലൂടെ മൂസാ നബി കൂട്ടിന് രക്ഷപ്പെട്ടതും ഫിറൗന് മുങ്ങി വെച്ചതൊക്കെ കണ്ണുകൊണ്ട് കണ്ട ആൾക്കാരാണ്. എന്നിട്ടാണ് പിന്നെ ഇവർ എന്താക്കിയത്? ഈ പശുക്കുട്ടിനെ ആരാധിച്ചത്. ഫഅഫൗന അൻ ദാലിക, അതിനുശേഷം അള്ളാഹു അവർക്കത് മാപ്പാക്കി കൊടുത്തു. വാതൈന മൂസ സുൽത്താന മുബീന, മൂസാ നബിക്ക് അള്ളാഹു വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, പ്രമാണങ്ങൾ നാം നൽകി. വറഫഅന ഫൗഖഹും തൂറ, തൂരിസിനാ പർവ്വതം ഇങ്ങനെ അള്ളാഹ് പൊന്തിച്ച് നിർത്തി ആകാശത്തേക്ക്. ഒരു കണ്ടതാ തൂരിസിനാ പർവ്വതം ഉണ്ടല്ല, അതിനെ അള്ളാഹ് ഉയർത്തി ആകാശത്തേക്ക്. എന്നിട്ട് ആ പർവ്വതം ഇങ്ങനെ നിന്നു, ഒരു മേഘം പോലെ. ഒരു കണ്ടതാ തൂരിസിനാ പർവ്വതത്തെ. വറഫഅന ഫൗഖഹും ബിമീസാഖിഹിം ഫഖുൽനാ ലഹും ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ. അവരോട് നമ്മൾ പറഞ്ഞു വേറൊരു കാര്യമാണ്, ഫലസ്തീൻ വാഗ്ദത്ത ഭൂമി കടക്കുമ്പോൾ സുജൂദ് ചെയ്ത് കടക്കണം എന്ന് പറഞ്ഞു.
വലാ വഖുൽനാ ലഹും ലാ തഅദു ഫി സബ്തി, സബ്ത് ആചരിക്കുന്ന ശനിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിരിവിടരുത്, അതിക്രമം കാണിക്കരുത്. കാരണം മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മീൻ പിടിക്കാൻ പാടില്ല. പിന്നെ വണ്ട് ഇട്ടിങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ മീൻ വന്ന് വെള്ളിയാഴ്ച നിർത്തിക്കാണ്ട് ശനിയാഴ്ച നിർത്തിയിട്ട് ഞായറാഴ്ച പിടിക്കുക, ആ പരിപാടിയൊന്നും പാടില്ല എന്ന് പറഞ്ഞു. വാഹദിന മിഹും മീസാക്കൻ ഖലീല, അവരോട് നാം പല ദൃഢമായ പല കരാറുകളും സ്വീകരിച്ചു. ഫബിമാ നഖ്ളിഹിം മീസാഖഹും വകുഫ്രിഹിം ബിആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും അവരുടെ ആ കരാറുകളെ അവരെ ലംഘിക്കുകയും ചെയ്ത നിമിത്തം വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ, അവർക്ക് നിയോഗിച്ച അമ്പിയാക്കന്മാരൊക്കെ അന്യായമായി കൊന്നു. ബനി ഇസ്രായേലിലേക്ക് ഒരുപാട് നബിമാർ വന്നത്, നമുക്കറിയാത്ത കുറേ നബിമാരുണ്ട്, ഓലൊക്കെ ഇവരെ കൊന്നതാ. വഖൗലിഹിം, അവരെ വാക്ക്, എന്താ വാക്ക്, അവരെ വാക്കെന്താണ്? അവരുടെ ആ വാക്ക് കാരണവും അവരെ നാം നശിപ്പിച്ചു എന്നാ പറയണത്. അവരെ ശപിച്ചു എന്നാ പറയണത്. എന്താ അവരെ വാക്ക്? വായിക്കേ, കുലൂബുന ഉൽഫ് വഖൗലിഹിം കുലൂബുന ഉൽഫ് എന്ന് പറഞ്ഞ അവരെ വാക്ക്, ഞങ്ങളെ ഹൃദയം അടഞ്ഞു കിടക്കണം, ഞങ്ങളെ തുറപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട, ഞങ്ങൾ ഈ പോണ പോക്കേ പോകുള്ളൂ, ഞങ്ങളെ മാറ്റാൻ ആരും ശ്രമിക്കണ്ട, ഞങ്ങളെ നന്നാക്കാൻ ശ്രമിക്കണ്ട, ഞങ്ങളിപ്പോൾ ഈ ജീവിക്കണ ജീവിതം മുന്നോട്ട് പോവുള്ളൂ, നന്നാകാൻ തയ്യാറല്ല. ഇത് പറഞ്ഞ ആളുകളെ, ഹൃദയം പൂട്ടി അടച്ചു വെച്ച ആൾക്കാരെ, തുറക്കാൻ തയ്യാറാകാത്ത ആൾക്കാരെ അള്ളാഹു ശപിച്ചു. ബൽ തബഅ അല്ലാഹു അലൈഹാ ബികുഫ്രിഹിം, അവരുടെ ആ കുഫ്ർ കാരണം അള്ളാഹ് സീൽ വെച്ച് കളഞ്ഞു. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, വളരെ കുറച്ച് പേരല്ലാതെ വിശ്വസിക്കില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ കുലൂബ് ഒരിക്കലും എന്താവരുത്, ഉൽഫ് ആകരുത്, അടഞ്ഞു കിടക്കുന്ന ഹൃദയമാകരുത്. ഹൃദയം തുറക്കണമെങ്കിൽ വേദഗ്രന്ഥം പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ തദബ്ബുർ ചെയ്യണം, എങ്കിൽ ഹൃദയം തുറക്കും. ഈ മനുഷ്യ മനസ്സുകളിലുള്ള എല്ലാ ശൈത്താനിയത്തും അല്ലെങ്കിൽ വസ്വിസു ഫീ സുദൂരിന്നാസ്, അത് നീങ്ങണമെങ്കിൽ വശിഫാഉ ലിമാ ഫി സുദൂർ എന്ന് അള്ളാഹ് പറഞ്ഞ ഖുർആനാകുന്ന ഷിഫ മനുഷ്യ മനസ്സിലേക്ക് ചെല്ലണം. എന്താ കിട്ടിയത്? അല്ലത് യുവസ്വിസു ഫി സുദൂരിന്നാസ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലതവണ സൂറത്തുന്നാസ് ചെല്ലണവരാ, ചെല്ലാൻ കൽപ്പിക്കപ്പെട്ടവരാ. അപ്പോൾ നമ്മളെ മനസ്സിൽ ഈ ഷിഫാഉ ലിമാ ഫി സുദൂർ വേണം. യുവസ്വിസു ഫി സുദൂരിന്നാസ് പോകണമെങ്കിൽ അള്ളാഹ് ഇറക്കിയ ഷിഫാഉ ലിമാ ഫി സുദൂറുണ്ട്, അത് നമ്മളെ മനസ്സുകളിലേക്ക് ചെല്ലണം. അപ്പം അവിടെയുള്ള വിശ്വാസവും ശൈത്താൻ്റെ ഉണ്ടാക്കുന്ന ചീത്ത കാര്യങ്ങൾക്കുള്ള പ്രലോഭനങ്ങളും കാര്യങ്ങളൊക്കെ മാറി നിന്ന് നന്നായി ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ മനസ്സുകളിൽ നിന്ന് എല്ലാ ശൈത്താനീയത്തിനെയും അള്ളാഹു നീക്കി തരുമാറാവട്ടെ. ഈമാനും തഖ്വയും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരട്ടെ. നമ്മുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഏർപ്പാടിലുമെല്ലാം അള്ളാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.